തെറ്റായി ധരിക്കണ്ട, ഞങ്ങൾക്കെതിരായ വല്ലാത്ത വികാരമാണ് അതിനവരെ നയിച്ചത് എന്ന് ഞങ്ങളങ്ങനെ കാണുന്നില്ല. അതിനെ മുഖ്യമന്ത്രിയുടെ ന്യായീകരണം പാർട്ടി തള്ളുകയാണ്. 5 ദിവസമായി നടന്ന നേതൃയോഗത്തിനൊടുവിൽ CPM തോൽവിയുടെ കാരണം തുറന്നു സമ്മതിച്ചു. സർവതല സ്പർശിയായ മേഖലയിൽ ആവശ്യമുള്ള തിരുത്തൽ പാർട്ടി നടത്തും. തെറ്റായ ഒരു പ്രവണതക്കും പാർട്ടി കൂട്ടുനിൽക്കുന്ന സമീപനം സ്വീകരിക്കില്ല. അത് നേതാക്കളുടെ കാര്യത്തിലായാലും സാധാരണ സഹാക്കളുടെ കാര്യത്തിലായാലും എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒന്നാണ്. ഈഴവ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തിന് നഷ്ടമായി. തുഷാർ വെള്ളാപ്പള്ളി BDJS രൂപീകരിച്ചതോടെ SNDPയിലേക്ക് BJP കടന്നുകയറി. ക്രൈസ്തവരിൽ ഒരു വിഭാഗം BJPക്ക് അനുകൂലമായി. തൃശൂരിൽ കോൺഗ്രസിന്റെ വോട്ട് ചോർച്ച ക്രൈസ്തവർക്കിടയിലാണ് ഉണ്ടായതെന്നും MV ഗോവിന്ദൻ. BJP ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത ഈ ജനവിഭാഗങ്ങളിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ അജണ്ട അവർ പതിറ്റാണ്ടായിട്ട് കൈകാര്യം ചെയ്തു വരികയാണ്. കേരളത്തിൽ LDFും UDFുമാണ് ഏറ്റുമുട്ടിയത്. എന്നാൽ കോൺഗ്രസ് സർക്കാർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്തുവെന്നും ജമാഅത്തെ ഇസ്ലാമി SDPI വോട്ടുകൾ UDFിന് കിട്ടിയെന്നും അദ്ദേഹം വിശദീകരിച്ചു. അതേസമയം നേതൃയോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നിരുന്നു. എന്നാൽ പ്രതിരോധിക്കുകയാണ് പാർട്ടി സെക്രട്ടറി. ഇതേ ഒരു ശൈലി എന്ന് പറയുന്നത് തന്നെ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന. അപ്പോൾ നാളത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട ഹെഡിങ് അതായത് ഇതേ ശൈലി തുടരും എന്ന് MV ഗോവിന്ദൻ. അത് പറയാൻ വേണ്ടിയിട്ടാണോ? എന്നാൽ അങ്ങനെ ആക്കിയാൽ മതി. കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന 4 മേഖലാ യോഗങ്ങൾ നടത്തി ജനങ്ങളിലേക്ക് തെറ്റുതിരുത്തി ഇറങ്ങാനാണ് CPM തീരുമാനം. പ്രാദേശിക തലത്തിൽ ബഹുജന സദസ്സ് സംഘടിപ്പിക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.